അവൻ ഡ്രഗ്സിൻ്റെ ആളാണ്. ഡ്രഗ്സ് ഉപയോഗിച്ച് മെന്റൽ ആയിട്ടുണ്ട്. അവന് കാസർഗോഡ് ജില്ലയാണ്. ആത്തൂർ പോലീസ് രാവിലെ ഒരു 9 മണിയോട് കൂടിയാണ് പയ്യാനക്കൽ സ്കൂളിൻ്റെ സമീപിച്ചൊരു കുട്ടിയെ, ഫുട്ബോൾ കളി കഴിഞ്ഞിട്ട് വരുന്ന കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി ഒരു ശ്രമം നടത്തിയതായിട്ട്. അന്വേഷണം നടത്തിയിട്ട് നിന്നും ബീച്ച് ഭാഗത്തു നിന്നൊരു കാറ് മോഷണം നടത്തിയിട്ടാണ് ഈ പ്രതി ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. അതിന് നാട്ടുകാർ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ ഇത് കാണുകയും കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് അയാൾ ശ്രദ്ധിക്കുകയും അയാൾ പെട്ടെന്ന് ഇടപെട്ട് ആൾക്കാരെ കൂട്ടിയിട്ട് ഇയാളെ തടഞ്ഞു വെച്ച് നിൽക്കുകയാണ് ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് അവിടെ കസ്റ്റഡി എടുത്തത്. ഇയാൾക്ക് പിന്നെ ചെറിയ പരിക്കുകളൊക്കെ ഉള്ളതുകൊണ്ട് നേരത്തെയും ശരീരത്തിൽ മുഴുവൻ പരിക്കുണ്ട്, മുൻ പരിക്കുകളൊക്കെ ഉണ്ടായിരുന്നു. എവിടെ നിന്നൊക്കെയോ മർദ്ദനങ്ങളൊക്കെ ഏറ്റിട്ടുണ്ട് ഇയാൾക്ക്. അപ്പോൾ ഇയാളെ പറ്റി അന്വേഷണം നടത്തിയപ്പോൾ ഇയാൾ സ്ഥിരമായിട്ട് ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ആളാണ്. അതിൻ്റെ ട്രീറ്റ്മെൻറ്റും ഇയാൾ വിധേയനായിട്ടുണ്ടായിരുന്നു. ഇയാൾക്ക് നേരത്തെ മുൻ കേസുകളുണ്ട്. കർണാടക പോലീസിനെ ആക്രമിച്ച് കരിങ്കല്ല് കൊണ്ടിടിച്ച് പരിക്കേൽപ്പിച്ചൊരു കേസ് കർണാടകയിലെ സുള്ളി പോലീസ് സ്റ്റേഷൻ ഇയാൾക്കൊരു കേസുണ്ട്. അതുപോലെ തന്നെ അത്തൂർ പോലീസ് സ്റ്റേഷനിലും ഇയാളുടെ പേരിലൊരു കേസുണ്ട്. അതാണ് അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. കുട്ടിയെ ലൈംഗിക ചൂഷണത്തിന് വേണ്ടിയിട്ട് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതായിട്ടാണ് നമുക്ക് ഇതുവരെയുള്ള ഒരു അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. അത് കൂടുതലായിട്ട് അന്വേഷിക്കുന്നുണ്ട്. ഈ കുട്ടിയെ കടത്തിക്കൊണ്ട് പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കാറ് മോഷണം ചെയ്തെടുത്തതെന്നാണ് നമ്മുടെ അന്വേഷണത്തിൽ മനസ്സിലായിട്ടുള്ളത്. ആ കാറിൽ തന്നെ കുട്ടിയെ മുഖത്ത് മറച്ചു കൊണ്ടുപോകാൻ കണക്കാനുള്ള തുണിയും ഇയാൾ കരുതിയിട്ടുണ്ടായിരുന്നു. ഒരു ഷോൾ ഉണ്ടായിരുന്നു, ഒരു തോർത്തും ഇയാൾ കൈവശം വെച്ചിട്ടുണ്ടായിരുന്നു. ആ കുട്ടി കാറിലേക്ക് വളരെയധികം നിർബന്ധിക്കുകയാണ് ചെയ്തത്. അപ്പോൾ കയറിയില്ലെങ്കിൽ ബലം പ്രയോഗിച്ച് ഈ തോർത്ത് ഉപയോഗിച്ച് ബലം പ്രയോഗിച്ച് കയറ്റാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം അയാൾ നടത്തുന്നുണ്ടായിരുന്നു. അത്തരത്തിലുള്ള കേസൊന്നും നേരത്തെ കേസുകളൊന്നും ഇല്ല. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. പ്രതി പറഞ്ഞൊരു വിവരം മാത്രമാണ് ഇപ്പോൾ നമുക്ക് പ്രതി പോലീസിനോട് കൺഫെഷൻ നടത്തിയ കാര്യങ്ങൾ മാത്രമേ നമുക്ക് അറിയാവുള്ളൂ. ഇപ്പോൾ കൂടുതലായിട്ട് അന്വേഷിച്ചാലേ അതിൽ പ്രതിക്ക് ഇത്തരത്തിലുള്ള കർണാടകയിലോ മറ്റു സ്ഥലങ്ങളിലോ ഇത്തരത്തിലുള്ള എന്തെങ്കിലും കേസുള്ളതായിട്ട് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അത് കർണാടക പോലീസിനെ ഇയാൾ റോഡിൽ വെച്ചിട്ടൊരു ട്രാഫിക് ഒഫൻസുമായിട്ട് ബന്ധപ്പെട്ട് ഇയാളെ ചോദിച്ചപ്പോൾ പെട്ടെന്ന് പ്രകോപനായിട്ട് ഇയാൾ അപ്പോൾ കർണാടക പോലീസിനെ മർദ്ദിച്ചതായിട്ടാണ് നമ്മൾ അന്വേഷണത്തിൽ മനസ്സിലായിട്ടുള്ളത്. അതിനവിടെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇയാൾ ഫാമിലി അത്തൂർ പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലാണ് ഇയാൾ താമസിക്കുന്നത്. കാസർഗോഡ് ജില്ലയിലെ അത്തൂർ പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലാണ് ഇയാൾ താമസിക്കുന്നത്. ഫാമിലിയൊക്കെ ഉണ്ട്. ഇയാൾ കുറച്ചു കാലം സൈക്കാട്രിക് ട്രീറ്റ്മെൻറ്റിൽ കഴിഞ്ഞിരുന്നതായിട്ടുള്ള രേഖകളും നമുക്ക് പോലീസിന് കിട്ടിയിട്ടുണ്ട്. അത് സ്ഥിരമായിട്ട് ഡ്രഗ്സ് ഉപയോഗിച്ച് ഡി-അഡിക്ഷൻ സെൻ്ററിലൊക്കെ സ്ഥിരമായിട്ട് ട്രീറ്റ്മെൻറ്റ് നേടിയിട്ടുള്ള ഒരാളായിട്ടാണ് നമ്മൾ അന്വേഷണത്തിൽ മനസ്സിലായത്. ഉപദ്രവമുള്ള ആയിട്ടാണ് നമുക്ക് അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കുന്നുള്ളൂ. ഇയാൾ കോഴിക്കോട്ട് സെപ്റ്റംബർ 13 വീട് വിട്ടിറങ്ങിയതായിട്ടാണ് അന്വേഷണത്തിൽ മനസ്സിലായിട്ടുള്ളത്. സെപ്റ്റംബർ 13 വീട് വിട്ടിറങ്ങിയതിന് ശേഷം വീട്ടിലേക്ക് തിരിച്ചു പോയിട്ടില്ല എന്നാണ് ഇയാളുടെ ബ്രദർ ഇപ്പോൾ നമ്മൾ അന്വേഷണം നടത്തിയ ബ്രദർ അറിയിച്ചിട്ടുള്ളത്. അറസ്റ്റ് രേഖപ്പെടുത്തി ഇയാളെ കോടതി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ വാഹനം മോഷ്ടിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് വെള്ളയിൽ പോലീസ് സ്റ്റേഷനിൽ ഒരു മോഷണ കേസ് ഇയാൾക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിൽ 2 കേസ് ഇയാളുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്.